സുരേഷ് ഗോപിയുമായിട്ടുള്ളൊരു അടുപ്പെന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു ബന്ധമുണ്ട് അല്ലേ? ഹാപ്പിനെസ് ഉള്ള സമയത്താണെങ്കിലും ക്രൈസിസ് ഉള്ള സമയത്താണെങ്കിലും ഒരു സ്ട്രെങ്ത് ആയിട്ട് അവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മമ്മൂക്കയുടെയൊക്കെ കൂടെ ചെയ്യുമ്പോൾ ആ ഒരു മെജസ്റ്റിക് ഫീലല്ലേ. മമ്മൂക്ക സെറ്റിൽ വന്നാൽ തന്നെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിനാണ്. അതിനുശേഷം അപ്പോൾ ജയറാമേട്ടനൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയായിരുന്നു, ആദ്യം സിനിമയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കും, പിന്നെ അതിന് ചുറ്റുമുള്ള അമ്പലങ്ങൾ ഉത്സവങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും, പിന്നെ അവിടെയൊക്കെ പരിപാടി ഉണ്ടാവും, അവിടെയൊക്കെ പരിപാടി പിടിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴെങ്കിലും ഒരു 2-3 സീനൊക്കെ അഭിനയിക്കും. ശരിക്കും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ? ഉണ്ടാവണം. കാരണം ഈസിലി ഒരു വർഷം 25-30 ഒക്കെ സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്. എൺമയുക്കം കണ്ടു. പിന്നെ മറ്റേ പേരുകൾ എനിക്ക് ആ ക്യാരക്ടേഴ്സും ടാഗ് മറ്റേ ചാമ്പിക്കോ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഭീഷ്മപർവമാണ് അത്. ഇപ്പോൾ ചെയ്ത ഒരു സിനിമ അതെ കാതൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള കഥകളും കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വോയിസ് ഔട്ട് ചെയ്യുന്നവരെ നമ്മൾ കേട്ടിട്ട് എല്ലായിടത്തും ആ ഒരു ക്ലീനപ്പും കറക്ഷനും അപ്ലിഫ്റ്റ്മെൻറ്റും ഒക്കെ ആവശ്യമുള്ളിടത്ത് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് പ്രണയവർണ്ണങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ കണ്ണും ആ ഒരു സമയത്ത് ഇവിടെ ഈ നാട്ടിലിറങ്ങിയ മിക്ക കാറുകളുടെയും പുറകിലൊക്കെ ചേച്ചിയുടെ കണ്ണായിരുന്നു. ആകാശഗംഗ അല്ലേ, ഒരുപാട് എന്താ പറയാ, ചേച്ചിക്ക് മൈലേജ് ഉണ്ടാക്കി തന്ന ഒരു സിനിമയായിരുന്നു ആകാശഗംഗ. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ അതിന് 2ാം ഭാഗം വന്നു. അപ്പോൾ എങ്ങനെ ഓർക്കണം ആ സിനിമ? ആകാശഗംഗ ഇതുപോലെ വിനയൻ അങ്കിളിൻ്റെ തന്നെ മൂവിയാണ്. അതും അങ്കിൾ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യണം, ഫുൾ എന്താ പറയുക, ഈ ക്യാരക്ടറാണ് കഥ കൊണ്ടുപോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഹൊറർ മൂവി വരുന്നത്. നമുക്ക് അപ്പോൾ ആ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിള് വിളിച്ചതാണ്. സോ നമ്മൾ അങ്കിളുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് ഹോം പോലെയാണ്. ആക്ച്വലി വീട്ടിലേക്ക് പോണ പോലെയാണ്. നമ്മളവിടെ ചെന്നു. അഗൈൻ ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റാണ്. നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണെന്ന് പറഞ്ഞാലും കഥ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള സപ്പോർട്ടിങ് കാസ്റ്റാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാസ്റ്റാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു കേരളം ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു. അത് ഭാഗ്യം തന്നെയാണ് അങ്ങനത്തെ മൂവീസൊക്കെ കിട്ടുക എന്നുള്ളത്. എൻ്റെ ഓർമ്മകൾ പക്ഷേ കുറേ എന്താ പറയുക, ലെൻസ് ഇടാനായിട്ട് സ്ട്രഗിൾ ചെയ്തതും, ആദ്യത്തെ ഒരു 4-5 ലെൻസ് നഖം കൊണ്ട് കീറിപ്പോയതും അങ്ങനത്തെയൊക്കെ ഓർമ്മകളാണ് എൻ്റെ. പിന്നെ പ്രൊപ്പല്ലർ കരിയില മുഖത്തേക്ക് വന്നടിക്കുക, എവിടെ പോയാലും കാറ്റുണ്ടാവും എൻ്റെ കൂടെ, എവിടെ പോയാലും ഈ സാരി ഡബിൾ ലെങ്ത്താണ്, സാരിയുടെ മുന്താണി ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അത് പിടിക്കാനൊരാൾ വേണം ഷോട്ടില്ലാത്തപ്പോൾ. അങ്ങനത്തെയൊക്കെ ഓർമ്മകളാണ് എനിക്ക്. അതൊക്കെ എന്താ പറയുക, ശരിക്കുള്ള റിയൽ BTS ഒക്കെ ആ സിനിമയ്ക്കൊക്കെയാണ് ശരിക്കും BTS വേണ്ടത്. എങ്ങനെയാണ്, പക്ഷെ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇന്നത്തെ കാലത്താണ് ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴും ഒരു മിസ്റ്ററി അല്ല, ഇങ്ങനെ നടന്നു അല്ലെങ്കിൽ എങ്ങനെ പറന്നു എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്തവർക്കും നമുക്ക് ഫുൾ പിക്ചർ ഇല്ല. കാരണം കുറേയൊക്കെ എഫക്ട്സ് ആണ്, കുറേയൊക്കെ നമ്മളോട് ആക്ഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ആ ആക്ഷനും എഫക്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് വന്ന പ്രോഡക്റ്റ് നമ്മൾ സ്ക്രീനിലാണ് കാണുന്നത്. അങ്ങനെയൊക്കെ രസമായിരുന്നു. കുറേ രാത്രി ഷൂട്ടായിരുന്നു. കാരണം കുറേ ഇങ്ങനത്തെ സീൻസ്, ഈ പ്രേതം ഇറങ്ങുന്നത് രാത്രി ആയതുകൊണ്ടും, പിന്നെ അതും ഇതുപോലെ ഡെയിലി ആ പുതുമഴയായി സോങ് ഡെയിലി കുറച്ച് ഷോർട്സ് എടുക്കും. ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാത്രിയായി ഇവരിങ്ങനെ നടക്കുമല്ലോ. അങ്ങനത്തെയൊക്കെ ഓർമ്മകളാണ്. ശരിക്കും പറഞ്ഞാൽ ആകാശഗംഗ 2 വന്നപ്പോഴും ഇവിടുത്തെ മലയാളി പ്രേക്ഷകർക്ക് ആകാശ 1നോടുള്ള ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പോഴും കുറേ കമൻസ് വരുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ യക്ഷിയെ മതി.
അപ്പം ആ ഒരു സമയത്ത് എന്തെങ്കിലും നമുക്ക് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ സെറ്റിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? അന്ന് എനിക്ക് തോന്നുന്നു ഒരു മനയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം പീഡിപ്പിക്കുന്നതല്ല, പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ഒരു ദേവി വന്നിരുന്നിട്ട് അവിടുത്തെ ആ മനയിലെ അദ്ദേഹം ഇനി തിരിച്ചാ ചൈതന്യം പോവാണ്ടിരിക്കാൻ വേണ്ടി വാതിലടച്ചിട്ട് അവിടെ കുടിയിരുത്തി പൂജിച്ച് അങ്ങനെ ഒരു സങ്കല്പമാണ്. അപ്പം എന്തോ ലൈറ്റ് വെക്കാൻ വേണ്ടി അവർ ഏതോ ഒരു വാതിൽ തുറന്നു എന്നോ അത് ലൈറ്റ് വീണു എന്തോ അങ്ങനെ ഷൂട്ടിംഗ് കുറച്ച് നേരത്തേക്ക് ഒന്ന് തടസ്സം വന്നു എന്നൊക്കെ ഒരു കഥ ഞാൻ കേട്ടിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന സീനിലല്ല, പക്ഷേ ലൊക്കേഷനിൽ അന്ന് കേട്ടൊരു കഥയാണിത്. അതെ അതെ. ഈ പ്രേതമാവാൻ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോ? ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ഇല്ല, അതെല്ലാം വിനയൻ അങ്കിളിൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. അതായത് ഇത് കുങ്കുമപ്പൊട്ട്, പിന്നെ ആ ഒരു ഹെയർ സ്റ്റൈല്, കണ്ണിലെ ലെൻസ്, പിന്നെ അതിന് ശേഷം ഒരു നീല ടോണുള്ള, അതായത് ഫുള്ളി പൊസസ്ഡ് ആവുമ്പോഴത്തെ ആ ഒരു ഫേസ് കളർ മാറണത്, അതെല്ലാം അവർ തന്നെ സമയമെടുത്തു. ട്രയൽ ഈ മേക്കപ്പിൽ കുറച്ച് ട്രയലൊക്കെ ചെയ്തിരുന്നു. ലെൻസിൻ്റെ പല കളറും ട്രൈ ചെയ്തിട്ടാണ് ഒരു ഗ്രീനാണ് ഫൈനലി ഫിക്സ് ചെയ്തത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ സിനിമ, അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചേച്ചിയുടെ കണ്ണിങ്ങനെ അയ്യോ കുറെ പേടിച്ചിട്ടുണ്ട്. അതെയോ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജയറാമേട്ടനൊപ്പം ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ. ശരിക്കും ജയറാമേട്ടൻ എങ്ങനെയായിരുന്നു ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ? ഇങ്ങനെ തമാശ പറഞ്ഞ് ഇരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു? അതെ അതെ അതെ, അത് അന്നും അതെ ഇപ്പോഴും അതെ. എപ്പോഴും അത് ജയറാമേട്ടൻ വളരെ ലൈവ്ലി ആയിട്ട്, ജയറാമേട്ടൻ്റെ എന്താ പറയുക, ജയറാമേട്ടനുള്ള ലൊക്കേഷൻ വളരെ ലൈവ്ലിയാണ്. എന്ന് പറയുന്നത് തമാശകൾ പറയും, എന്താ പറയുക, ഡാൻസിനെ പറ്റിയൊക്കെ വിശേഷമൊക്കെ ചോദിക്കും കേട്ടോ. ഡാൻസിനെ പറ്റി ചോദിക്കും. പിന്നെ കഥാനായകൻ്റെ സെറ്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം ചേട്ടൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, കേശവൻ അങ്കിൾ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ കാരുണ്യത്തിൻ്റെ സെറ്റിലാണ് ആക്ച്വലി കുറച്ചും കൂടെയൊക്കെ സീരിയസ് ആയിട്ടുള്ള സീൻസ് ഉണ്ടായിരുന്നത്. സൂര്യപുത്രൻ്റെ സെറ്റൊക്കെ ഫുൾ ഇതുപോലെ തന്നെ തമാശയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. ഇന്നസെൻ്റ് അങ്കിളും ജഗദീശേട്ടൻ, ജയറാമേട്ടൻ, ഹനീഫിക്ക എല്ലാവരുമായിട്ട്. അതേയുള്ള ലൊക്കേഷൻ ഇങ്ങനെ എന്താ പറയുക, എവിടെന്നെങ്കിലുമൊക്കെ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞ് ജസ്റ്റ് ഷോർട്ടിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും കോമഡി പറയും. പക്ഷേ നമ്മളിരുന്ന് ചിരിക്കും. നമ്മൾ അത് ആലോചിച്ചിട്ടിരിക്കും. ചേട്ടൻ നല്ല കൂളായിട്ട് എന്താ പറയുക, സീനൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് പോവും. ഞാൻ എന്നിട്ട് അവിടെ ചിരിച്ച് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് എന്നിട്ട് എന്തോ എന്നൊക്കെ ചോദിക്കും, ഒന്നും അറിയാത്ത പോലെയൊക്കെ. അപ്പം ഞാൻ നമുക്കിത് ആദ്യത്തെ തവണ മനസ്സിലായി, പിന്നെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം, പക്ഷെ പറ്റണില്ല. അങ്ങനെയൊക്കെ ഇതുണ്ട്. പിന്നെ ജയറാമേട്ടനോട് ഗൾഫ് ഷോസൊക്കെ പോയിട്ടുണ്ട് ലൈക്ക്. അപ്പോൾ അങ്ങനെ അറിയാം. എനിക്ക് തോന്നുന്നു കഥാനായകന് മുമ്പ് തന്നെ ലൈക്ക് പൂക്കാലം വരവായി ചെയ്തപ്പോഴും പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ വളരെ എന്താ പറയുക, ഓഫ് കോഴ്സ് എല്ലാവരും ഡൗൺ ടു എർത്താണ്, പക്ഷേ ചേട്ടൻ വളരെ എന്താ പറയുക അപ്രോച്ചബിളാണ്. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയാണല്ലോ. അത് അന്നും അതെ, അതിപ്പോഴും അതെ. ചേട്ടനും അതെ, ചേച്ചി അതെ, രണ്ടുപേരും അങ്ങനെയാണ് ഇപ്പോഴും. ഈ കാരുണ്യം സിനിമ ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ. ആ സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ആ സിനിമ അത് ലോഹി അങ്കിളിൻ്റെ മൂവിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അനുസരിച്ച് നമ്മൾ പോയിന്നേയുള്ളൂ. ഭയങ്കര എക്സാക്റ്റ് ഗൈഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ. ആ ക്യാരക്ടർ അത്രയും, ആ ക്യാരക്ടറിനെ എഴുതി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും, അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റ്സും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ടിട്ടുള്ള അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു.
കാരണം എക്സാക്ട്ലി എന്താണ് ആവശ്യം എന്നുള്ളത്, ഈ ക്യാരക്ടറിന് അന്നേരം എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾക്ക് ഒരു പടം വരച്ച് നമ്മൾക്ക് നോക്കി നിൽക്കാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അത് അപ്പം മാത്രമല്ല, അതിനു മുമ്പ് ഞാൻ മഞ്ജു ചേച്ചിയുമൊക്കെ ആയിട്ട് കൈതപ്രം സാറും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഗൾഫ് യാത്ര ചെയ്തിരുന്നു. അപ്പോഴും ഇദ്ദേഹം ഒരു അദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അന്നൊരു ഡ്രാമ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഡ്രാമയിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഉള്ള ഡ്രാമയാണ്. അതിലൊരു 16-18 മിനിറ്റോളം ഞാനൊരു സ്റ്റാച്ചു ആണ്. ഞാൻ സ്റ്റേജിലുണ്ട്, എൻ്റെ മുമ്പിൽ കൂടെ ജനാർദ്ദൻ അങ്കിളിൻ്റെ കോമഡി ഉണ്ട്, പ്രേംകുമാർ ചേട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ ഈ പ്രതിമയുടെ കാവൽക്കാരനാണ്. അത് പ്രതിമയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രഗിളാണ്. ഇതുപോലെ ഞാൻ അനങ്ങാൻ പാടില്ല, എൻ്റെ കണ്ണനങ്ങാൻ പാടില്ല, ഒന്നും ചെയ്യാം. എന്നിട്ട് അവസാനം ഇത് ജീവൻ വന്ന് ഇതൊരു രുദ്രതാണ്ഡവം, അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു. അതൊരു സ്കിറ്റായിരുന്നു. അന്ന് എനിക്കൊരു ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ഈ പ്രതിമയെക്കുറിച്ച്, പ്രതിമയുടെ ചിന്തകളും പ്രതിമ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ എനർജി എന്താണെന്ന്. സോ അന്ന് തൊട്ടേ ഞാൻ ആ ലോഹിതദാസ് സ്കൂളിലെ സ്റ്റുഡൻ്റാണ്. സോ അതൊന്നും കൂടെ എൻഹാൻസ്ഡ് ആയി കാരുണ്യത്തിൽ വന്നപ്പോഴേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം സുരേഷ് ഗോപിയുമായിട്ടുള്ളൊരു അടുപ്പെന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു ബന്ധമുണ്ട് അല്ലേ? അത് അധികം ആർക്കും അറിയാത്ത ഒരു സുരേഷ് എന്ന് പറഞ്ഞാൽ അത് ബന്ധം, അതൊരു ഫാമിലി മെമ്പർ എന്നുള്ള ബന്ധം തന്നെയാണ്. അതിപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മുടെ വീട്ടിലെ ഒരു അംഗം എന്നുള്ളത്. അത് നമുക്ക് അന്ന് തൊട്ടേ ഉണ്ട്. അതിപ്പോൾ സുരേഷ് ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, പ്രണയവർണ്ണങ്ങളിലാണ് ഒന്നിച്ച് അഭിനയിക്കുന്നതെങ്കിലും അതിനു മുമ്പ് ചേട്ടൻ അമ്പലത്തിൽ വന്നിട്ട് എനിക്കറിയാം. അതല്ലാണ്ട് സ്കൂളിലും ഒരു തവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയാം, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രണയവർണ്ണങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അടുപ്പായി. ഇപ്പോൾ ചേച്ചിയായിട്ടും അതെ, അതിന്നും ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് വിളിച്ചാൽ വെളിപ്പുറത്തുള്ളവരാണ് അവർ രണ്ടുപേരും. അതായത് ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ വിളിച്ചാൽ വിത്തിൻ 5 മിനിറ്റ്സ് എനിക്ക് രണ്ടുപേരും ഫോണിൽ അവൈലബിൾ ആയിരിക്കും. അത് ലോകത്ത് എവിടെയാണെങ്കിലും, അവർ രണ്ടുപേരും എവിടെയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും തിരിച്ച് വിളി വന്നിരിക്കും. അങ്ങനെ ഒരു ബോണ്ടാണ്. അത് ഫോൺ എടുക്കണത് പോലും ഹലോ എന്ന് പറഞ്ഞു, ആ പറഞ്ഞു എന്താ, അങ്ങനെയാണ് ഫോൺ എടുക്കണത് പോലും. സോ അതൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള സമയത്താണെങ്കിലും ക്രൈസിസ് ഉള്ള സമയത്താണെങ്കിലും ഒരു സ്ട്രെങ്തായിട്ട് അവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛൻ പോയ സമയത്തൊക്കെ ആണെങ്കിലും ചേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ അടുത്ത് സംസാരിച്ചതും ചേട്ടനാണ്. ചേച്ചി ഫോണിലുണ്ടായിരുന്നു. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളുണ്ട് എന്നുള്ളതിന് കാരണം എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടും എനിക്ക് വിളി വന്നു, ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ടും എനിക്ക് ഫോൺ വന്നു. പക്ഷേ അപ്പോഴത്തേക്കും ചേട്ടൻ ഒരു 3 രാജ്യങ്ങൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഗൾഫിലെത്തി, ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി. പക്ഷേ അപ്പോൾ എത്ര ഫങ്ഷൻസ്, ഞാൻ പറയണ ഒരു 4 വർഷം മുമ്പാണ്. അപ്പോൾ എത്ര തിരക്കുകൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. വളരെ എന്താ പറയുക, വളരെ നല്ല ഒരു നമ്മുടെ ലൈഫിന് നന്മ ഒന്നും കൂടെ പകരുന്ന 2 വ്യക്തിത്വങ്ങളാണ് അവർ രണ്ടുപേരും. ആ സമയത്ത് നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ചേച്ചിക്ക്? അന്ന് കാരണം അച്ഛൻ പോയത് പെട്ടെന്നായിരുന്നു. അപ്പോൾ നമ്മളുടെ ചെറിയ ആൾക്ക് ഇതുണ്ടായിരുന്നില്ല, വീസ, ഇന്ത്യൻ വീസ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അവിടുത്തെ വലിയൊരു നാഷണൽ ഹോളിഡേ സമയത്തായിരുന്നു അത്, താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു, ചേട്ടനെ വിളിച്ച് കിട്ടിയില്ല, ചേച്ചിയെ വിളിച്ചു. ചേച്ചി ഉടനെ ചേട്ടനെ കണക്ട് ചെയ്തു. പിന്നെ അവിടുന്ന് ചേട്ടൻ്റെ ഇൻസ്ട്രക്ഷൻസ് വഴിയാണ് വിസ എടുത്ത് അവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ്, ഇങ്ങോട്ടുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ കയറി. പക്ഷെ എന്നാലും ആ ഒരു ടൈംലി ഗൈഡൻസ് അങ്ങനെ. അപ്പം നമുക്ക് അങ്ങനെ അത്യാവശ്യമാണത്, കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു വിളിക്കാനായിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് എന്നുള്ളത് ഒരു അത്യാവശ്യമാണ്. സോ അതൊക്കെയാണ് നമ്മളുടെ ലൈഫിലെ ഒരു എന്താ പറയുക, നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന
ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു കണക്ഷൻ അല്ല അതിൻ്റെ കറക്റ്റ് വേർഡ്, അത് ആ ഒരു എന്താ പറയുക ബന്ധങ്ങളാണത്, ട്രഷറാണ്. കാരണം അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നുമില്ല. എന്നിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളുടെ ആ ഒരു ക്വാളിറ്റി ഇല്ലേ, അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ അതൊരു വലിയ ഒരു അനുഗ്രഹം. അങ്ങനത്തെ കുറേ അനുഗ്രഹങ്ങൾ സിനിമയും ഡാൻസും ഒക്കെ വഴി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പേരൻസിൻ്റെ ഒരു എന്താ പറയുക വേ ഓഫ് ലിവിങ് വഴിയാണ് ഇതെല്ലാം വന്നത്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ട് അവിടെയാണ്. അതിൻ്റെ കാരണം അതൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ആ പേരൻസിന് ജനിച്ചുകൊണ്ടാണ് എനിക്കിതൊക്കെ ഫെസിലിറ്റേറ്റ് ആയത്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഉള്ള ഒരു എന്താ പറയുക ഒരു ഗുഡ് വില്ലിനുള്ള ഒരു അതാണ്. ഈ ഫ്രണ്ട്സ് സിനിമ എന്ന് പറയുമ്പം മുകേഷ് ഏട്ടനുണ്ട്, തമാശയുടെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സെറ്റായിരിക്കുമല്ലോ അല്ലേ? ശ്രീനിവാസൻ സാറ്, ഇപ്പം സാറ് വയ്യാതിരിക്കുകയാണ്, കണ്ടിരുന്നോ, പോയിരുന്നോ? ഇല്ല ഞാൻ കണ്ടിട്ടില്ല, ഈയിടെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സീരിയസ് ആയിട്ടാണോ തമാശയാണോ എന്ന് പോലും പലപ്പോഴും മനസ്സിലാവില്ല എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ലൊക്കേഷനിൽ? ഇല്ല എനിക്ക് പണിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ശ്രീനിയാൻ്റെ കൂടെ അതല്ല, മറവത്തൂര് ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട്സ് ചെയ്യുന്നത്. അതും വളരെ ഒരു എന്താ പറയുക, ഞാൻ ആ ഒരു സിദ്ദിഖ് ലാൽ മൂവി ഫാനാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ചെന്നത്. കാരണം സിദ്ദിഖ് ലാൽ മൂവിയുടെ ഭാഗമാകാന്ന് പറഞ്ഞ ഒരു നമ്മളിങ്ങനെ ഒരുപാട് എന്താ പറയുക ആരാധനയോടെ കണ്ടിരിക്കുന്ന സോ മെനി മൂവീസ് ഉണ്ടല്ലോ അവരുടെ. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ചെന്നത്. പിന്നെ ആ ഒരു കോമ്പിനേഷൻ ജയറാമേട്ടൻ, മുകേഷ് ഏട്ടൻ, പിന്നെ ഈ സിദ്ദിഖ് ലാൽ ടീം, അതിൻ്റെ ഒരു എന്താ പറയുക കെമിസ്ട്രിയുടെ എന്താ പറയുക എൻജോയ് ചെയ്യായിരുന്നു ഞാൻ. അവരുടെ ആ സീൻസും കുറേ എന്താ പറയുക കുറേ കോമഡി സീൻസ് ഉണ്ട് അതിൽ. പിന്നെ അതിലും എൻ്റെ ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു കുറച്ചൊരു വൈൽഡ് നേച്ചറുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ 1-2 തവണ സിദ്ദിഖ് സാർ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബാഗ് ഇങ്ങനെ ഇടാം, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും ഡയറക്ഷൻ രീതി വളരെ വ്യത്യസ്തമാണ്. കാരണം ഒരുപാട് സ്പേസ് തന്നുകൊണ്ടുള്ള ഒരു ഡയറക്ഷനാണ്. ഇതിങ്ങനെയാണ് നമ്മൾ അവരങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വിട്ടേക്കും. പിന്നെ നമ്മളുടെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് പറയുള്ളൂ. അതിലൊരു സീനിലിങ്ങനെ ആ ഒരു വണ്ടി ഓടിച്ചിട്ട് ശ്രീനിയാൻ്റെ കൂടെ വളരെ സ്പീഡിൽ പോണ ഒരു സീനുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ശ്രീനിയാട്ടനെ ബാക്കിൽ വെച്ചിട്ടേ ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് എന്താ പറയുക നമ്മൾ കെയർഫുള്ളായിട്ട് പോവുകയും വേണം, പക്ഷേ സ്പീഡിലാണ് പോണത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാണ്ട് വലിയ പണിയൊന്നും കിട്ടിയില്ല. ഇപ്പം മറവത്തൂർ കനവ് ഇറങ്ങിയിട്ട് ഒരു 27 വർഷം ആവുന്നു. ഓക്കെ. അപ്പം എങ്ങനെ ഓർക്കുന്നു ശരിക്കും മമ്മൂക്കയ്ക്കൊപ്പം ഒരുപാട് രസമുള്ള ഒരു ലൊക്കേഷനായിരുന്നു അറിയാമല്ലോ. എന്താ പറയാ, കോഴീനെ പിടിക്കുന്നു, താറാവിനെ പിടിക്കുന്നു, ഓടി നടക്കണോ, എങ്ങനെയായിരുന്നു ശരിക്കും? അതൊക്കെ ചെയ്യാൻ പേടിയുണ്ടായിരുന്നോ? പൊതുവേ അങ്ങനെ പക്ഷികളെ ഒക്കെ തൊടാനും പിടിക്കാനും ഒക്കെ കുറച്ച്, അതായത് ഞാനിങ്ങനെ എൻ്റെ ബലം കൂടി എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള പേടിയുള്ള ആളാണ് ഞാൻ. പക്ഷേ അത് എന്താ കുറേ ഓട്ടം ഉണ്ടായിരുന്നു അത്. എന്നിട്ട് അതിലെ ഒരു ക്യാരക്ടർ എപ്പോഴും അടിപിടിയാണല്ലോ ഇവർ രണ്ടുപേരും. ഈ ക്യാരക്ടേഴ്സ് എപ്പോഴും അടിപിടിയാണ്. പക്ഷെ അതും പൊള്ളാച്ചി ഭയങ്കര വെയിലുള്ള ഒരു സമയത്ത് പിന്നെ എന്താ പറയുക, നമുക്കൊരു മമ്മൂക്കയുടെയൊക്കെ കൂടെ ചെയ്യുമ്പോൾ ആ ഒരു മെജസ്റ്റിക് ഫീലല്ലേ. മമ്മൂക്ക സെറ്റിൽ വന്നാൽ തന്നെ ഒരു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിനാണ് അത്. ആ സിനിമയിൽ മാത്രമല്ല, ട്രൂത്ത് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും അതെ. അന്ന് തൊട്ടേ ഇപ്പോൾ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാവരും
അതിന് ഫിറ്റ്നസ്സിനെ കുറിച്ച് പഠിക്കുന്നു, വർക്കൗട്ടിൻ്റെ ഇതുണ്ടാകും. പക്ഷേ ഇദ്ദേഹം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അന്ന് തന്നെ അദ്ദേഹത്തിന് ആ ഒരു റുട്ടീനും കാര്യങ്ങളും എല്ലാത്തിനെ പറ്റിയുള്ള ഒരു ജ്ഞാനവും, ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും അതെ, വണ്ടികളുടെ കാര്യത്തിലാണെങ്കിലും അതെ, ആക്സസറീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, ഡയറ്റ്, ബോഡി കണ്ടീഷനിങ്, എല്ലാത്തിനെ കുറിച്ചും നോളജ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയണ ആസ് എ 19-year-old ഞാൻ ഒബ്സർവ് ചെയ്തത് എനിക്കതൊരു വാവ് ഫാക്ടറായിരുന്നു അന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തരുമായിരുന്നോ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ? അങ്ങനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ശ്രദ്ധിക്കണം? ഇല്ല, അങ്ങനെ ഒന്നും എന്താ പറയുക, നമ്മളുടെ അടുത്ത് ഇമ്പോസ് ചെയ്യുന്ന രീതിയിലൊന്നുമില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ആ ലൊക്കേഷനിലിപ്പോൾ അത് സ്പ്രെഡാവും. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയം, പിന്നെ ഷൂട്ടിങ്ങിന് എത്തുന്ന സമയം, തയ്യാറാവുന്ന രീതി, അതിന് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ. ഇപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതിന് മുമ്പ് ഇതുണ്ട്, വർക്കൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ, അതായത് സീനിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അതിൽ ഈ തലകുത്തി കിടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടി ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി വേണം ശരീരത്തിൽ. സോ അതിനുള്ള പ്രെപ്പ് വർക്കൊക്കെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു വരവാണ് ലൊക്കേഷനിലേക്ക്. സോ അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ടിപ്സൊക്കെ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ആ സമയത്ത് ചേച്ചി ഡാൻസ് പഠിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, എന്നാൽ കൃത്യമായി കോളേജിൽ പോകുന്നുണ്ട്, നോട്ട്സ് ചെയ്യുന്നുണ്ട്, എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അമ്മയ്ക്കത് നിർബന്ധമായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ പറയും സമയമില്ല എന്ന് പറയും. ചേച്ചിക്ക് ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു സമയം ഇങ്ങനെ എല്ലാത്തിനും കൂടെ കണ്ടെത്തി എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത് പോയത്? സമയമില്ലയെന്ന് പറയാനായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. കാരണം സമയമില്ലയെന്ന് പറയുന്നത് എക്സ്ക്യൂസാണെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ പിള്ളേർ ഐ എം ഗെറ്റിംഗ് ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ പറയാനേ പാടില്ല. കാരണം നിങ്ങൾക്കറിയില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ സമയം അത് കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉള്ളത് തന്നെ ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാനാണല്ലോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അത് അങ്ങനെ ഒരു ഇത് വന്നാൽ അത് സൈഡിലേക്ക് ഇടാനുള്ള ഒരു എക്സ്ക്യൂസാണ്. അതുകൊണ്ട് തന്നെ കോളേജിൽ പോയിട്ട് പഠിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ ആ കോളേജിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പഠിത്തം അവിടെ സെറ്റായി. ഡാൻസ് പിന്നെ അമ്മ പറയണത് പണ്ടേ ഉണ്ടല്ലോ, അതായത് സ്കൂളും ഡാൻസും ഒന്നിച്ച് ചെയ്തിരുന്നു. അതിലേക്ക് സിനിമയും കൂടെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താണെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു അപ്രോച്ചിലാണ് പുള്ളിക്കാരി തുടങ്ങിയത് തന്നെ. അതെ. അപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ പ്രത്യേകിച്ച് വേറെ നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ അത് ടൈം മാനേജ്മെൻറ്റ് പറ്റിയിരുന്നു. ഡാൻസ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. സോ ഡാൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പഠിക്കൽ മാത്രമല്ല, നമുക്ക് ഓരോ ഉത്സവ സീസൺ ഉണ്ടാവും. ബേസിക്കലി കർക്കിടക മാസത്തിൽ മാത്രമാണ് പ്രോഗ്രാം ഇല്ലാത്തത്. ഇല്ലെങ്കിൽ എപ്പോഴും പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏത് ലൊക്കേഷനിലാണോ അവിടേക്ക് പക്കമേളം വരും. അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം അപ്പോൾ ജയറാമേട്ടനൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയായിരുന്നു, ആദ്യം സിനിമയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കും, പിന്നെ അതിന് ചുറ്റുമുള്ള അമ്പലങ്ങൾ ഉത്സവങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കും, പിന്നെ അവിടെയൊക്കെ പരിപാടി ഉണ്ടാവും, അവിടെയൊക്കെ പരിപാടി പിടിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴെങ്കിലും ഒരു 2-3 സീനൊക്കെ അഭിനയിക്കും. അങ്ങനെയൊക്കെ അന്ന് കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ലൊക്കേഷൻ ഒറ്റപ്പാലം, അവിടെ നിന്ന് ഇങ്ങോട്ട് 10 അമ്പലം, അതിൽ എത്ര എണ്ണം കിട്ടി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം പക്ഷെ നമ്മൾ അത് ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കണ്ടിരുന്നു. തമാശ പറയാനാണ് ചേട്ടൻ. പക്ഷെ നമ്മൾ അപ്പോൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ്, ഞാനപ്പോൾ എൻ്റെ US-ലെ കുട്ടികളോടൊക്കെ ഞാൻ പറയും, ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേലെ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇവർ ഈ സ്കൂൾ സമയത്ത് ഒരു കാരണം കൊണ്ട് വേറെ ഒന്നിനും സമയമില്ല, ടു മച്ച് ഹോംവർക്ക്, ഐ ഡിഡ്ന്റ് പ്രാക്ടീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്കൊരു
ക്ലാസ് എടുക്കും. അപ്പോൾ ഇപ്പോൾ അവരതൊന്നും പറയില്ല, പേടിച്ചിട്ട്. ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറയാം, മറ്റേ കഥയല്ലേ അറിയാം. we know that thing where you did that balancing act, right? Yeah, we know that, we remember that, you already told us that. അതുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കൂടെ ഉള്ളൊരു കാര്യമാണല്ലോ അല്ലേ? നമുക്ക് കോളേജ് മിസ് ചെയ്തില്ല, നമുക്കൊന്നും മിസ് ചെയ്തില്ലല്ലോ. ഇല്ല കോളേജ് അത് മാത്രമല്ല, നമുക്ക് ജഗിൾ ചെയ്യാൻ പഠിക്കണം. അറ്റ് സം പോയിന്റ് ഇൻ ലൈഫ് ജഗ്ലിംഗ് ഇസ് എന്തായാലും പറയാ അൺഅവോയ്ഡബിൾ ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഇരിക്കണ ഒരാളായി പോവും. അതായത് ഐ ഹാഡ് ടു ഗിവ് അപ്പ് ദിസ് ബിക്കോസ് ദിസ് വാസ് മൈ ഡ്യൂട്ടി, സോ ഐ ഹാഡ് ടു ഗിവ് അപ്പ് മൈ പാഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇറ്റ് വാസ് സോ ഹാർഡ് ബട്ട് ഐ മാനേജ്ഡ് എന്ന് പറയണല്ലേ എന്നുള്ളൊരു ചോയ്സാണത്. പക്ഷേ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അതിന് സീസൺഡായി. എൻ്റെ ചൈൽഡ്ഹുഡ് വഴി എനിക്ക് ഐ ഗോട്ട് സീസൺഡ് ഡൂയിങ് ദാറ്റ്, അത്രയേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് അഡൾട്ട്ഹുഡിൽ അതൊരു ചോയ്സ് ആയിട്ട് എടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് പഴക്കം വരുന്നതിനെക്കാട്ടിലും എൻ്റെ പേരൻസ് അതിന് സീസൺഡാക്കി എന്നെ വിട്ടു. അതുകൊണ്ട് ഐ എം ഏബിൾ ടു ഇപ്പം ഇവിടെയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാവിലെ ഞാൻ ക്ലാസ് എടുക്കും. US ടൈമിലാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ. ഞാനിവിടെ ഇപ്പോൾ ഈ വരവ് ഓൾമോസ്റ്റ് ഒരു 5 വീക്സ് ഉണ്ട് എൻ്റെ ഈ ട്രിപ്പ്. ഇത് ലോങ്ങസ്റ്റ് ആണ്. ഞാൻ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങളിൽ വന്നേക്കണതിൽ ഞാനൊരു 3-3.5 ആഴ്ച കൂടുതൽ നാട്ടിൽ ഒരു അറ്റ് എ ടൈം സ്ട്രെച്ച് നിന്നിട്ടില്ല. ഇതിപ്പോൾ ഒരു 5-5.5 ആഴ്ച ഞാൻ ഉണ്ട് ഇവിടെ. അപ്പം അത്രയും നാളൊന്നും ഒരിക്കലും അവിടുത്തെ സ്റ്റുഡൻസിന് ക്ലാസ് സ്കൂള് ഒരു ബ്രേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയും ബ്രേക്ക് പാടില്ല ഡാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സുകൾ രാവിലെയാണ് എടുക്കുന്നത്. അതായത് അവിടുത്തെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെളുപ്പിന് 3 മണിയാണ്. അപ്പോൾ 3 to 6 ആണ് ഞാൻ വർക്ക് ചെയ്യണത്. എവറി ഡേ മോർണിംഗ് 3 to 6 AM ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള എന്താ ആക്ടിവിറ്റീസ്, ഇപ്പം ഇന്നതാണെങ്കിൽ ഇൻ്റർവ്യൂ അങ്ങനെ. സോ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസസ് കൊണ്ടാണ്. അതിപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും, ഇപ്പോൾ ഓഫീസിലാണെങ്കിലും അതെ, മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം യൂണിറ്റിലാണെങ്കിലും എല്ലായിടത്തും നമ്മളിത് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ മാത്രമാണ് അത് അയ്യോ നമ്മളങ്ങനെ ചെയ്തു നമുക്കൊരു തോന്നൽ വരുന്നതെന്ന്. ശരിക്കും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ? ഉണ്ടാവണം. കാരണം ഈസിലി ഒരു വർഷം 25-30 ഒക്കെ സ്റ്റേജസ് ചെയ്തിട്ടുള്ള വർഷങ്ങളായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കുന്ന അമ്പല പ്രോഗ്രാംസ്, എല്ലാ ടെമ്പിൾ ഫെസ്റ്റിവൽസ്, ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയുക കോളേജിൻ്റെ ജൂബിലി അങ്ങനത്തെ പ്രോഗ്രാം, പലതരം പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അനിയത്തി എവിടെ? വിദ്യ ഉണ്ണി. വിദ്യ സിംഗപ്പൂരാണ് കല്യാണം കഴിഞ്ഞ്. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ശോഭിത എന്നാണ് പേര്, ശോഭിത വിദ്യ. അവർ സിംഗപ്പൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആളും സിനിമയിലൊക്കെ വന്ന് അങ്ങനെ ഒരു പോക്ക് പോയതാണ്, കാണാനില്ല എവിടെയും. അതെ ഇല്ല, പക്ഷേ ഡാൻസ് ഫീൽഡിൽ ആക്റ്റീവാണ്. മൃദംഗനാഥത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നാട്ടിലെത്തിയോ ആള്? നാട്ടിലെത്തി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും ചേച്ചിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണല്ലേ? തീർച്ചയായിട്ടും. അതെ വളരെ സ്പെഷ്യലാണ്, ക്ലോസ് ടു ഹാർട്ടാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, കാരണം ഒരുപാട് കാര്യങ്ങൾ അലൈൻ ആവാനുണ്ട്. അപ്പോൾ ആ ദിവസത്തേക്ക് കേരളത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന വേണം. ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവരും മലയാളി പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചിയുടെ ഒരു തിരിച്ചു വരവ്. വലിയൊരു പ്രതീക്ഷ തന്നെയാണ്, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ഉള്ള സിനിമകളൊക്കെ കാണുന്നുണ്ടോ? കാണാറുണ്ട്. എല്ലാം പറ്റുന്നത്ര കാണാറുണ്ട്. അവിടുത്തെ എന്താ പറയുക, ക്ലാസ്സിൻ്റെയും പിള്ളേരെ വളർത്തലിൻ്റെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. മക്കൾ മലയാള സിനിമകളൊക്കെ കാണാറുണ്ടോ? അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫുൾ ലെങ്ത് ഇരുന്ന് കാണാനുള്ള ക്ഷമയൊന്നും ആയിട്ടില്ല. പക്ഷേ പിന്നെ അവരുടെ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമ്മളെ ഒരു സൺഡേ ഒക്കെ നമ്മളങ്ങനെ ഫുൾ സിനിമയുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് അനുവദിക്കാറുള്ളൂ ഇപ്പോഴത്തെ പാരൻറ്റിങ്ങിന്. പക്ഷെ കാണാറുണ്ട്, സിനിമകൾ കാണാറുണ്ട്. പുതിയ സിനിമകളും എല്ലാ ഭാഷകളിലും കഴിയുന്ന ഇന്ത്യൻ ഭാഷകളെല്ലാം കാണിക്കാറുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ മമ്മൂക്ക
ഒരുപാട് പുതിയ പുതിയ ആളുകളുടെ കൂടെ പുതിയ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ട് ഉള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ബ്രഹ്മയുഗം കണ്ടു. പിന്നെ മറ്റേ പേരുകൾ എനിക്ക് ആ ക്യാരക്ടേഴ്സും ടാഗ്, മറ്റേ ചാമ്പിക്കോ എന്ന് പറഞ്ഞ സിനിമ, റോഷാക്ക് ഉണ്ട്, അതുണ്ടായിരുന്നു. റോഷാക്ക് ഉണ്ട്. പിന്നെ ഭീഷ്മപർവമാണ് അത്. ഇപ്പം ചെയ്ത ഒരു സിനിമ, അതെ, കാതൽ ദ കോർ. അങ്ങനെ എല്ലാം കാണാറുണ്ട് ഞാൻ. പിന്നെ മറ്റേ കണ്ണൂർ സ്ക്വാഡ് എല്ലാം കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച സിനിമ, കുറച്ച് നാളായി അത് അങ്ങനത്തെ എല്ലാ സിനിമയും ഇഷ്ടമാണ്, കാണാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും സിനിമകളും കാണാറുണ്ട്. ഇപ്പോൾ ചേച്ചി പറയുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ചേച്ചിയുടെ ഒരു ലൊക്കേഷൻ അനുഭവങ്ങളും ഒക്കെ പറയുമ്പോഴും ഭയങ്കര രസകരമായ അല്ലെങ്കിൽ ഭയങ്കര സേഫായിട്ടുള്ള കഥകളാണ് ചേച്ചി സംസാരിക്കുന്നത്. അപ്പോഴും ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിനിമയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരി, എന്താണ് ചേച്ചിക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലം എന്ന് പറയുന്നത് എൻ്റെ 14 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 14 വയസ്സ് തൊട്ടെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം അച്ഛൻ VRS എടുത്തിട്ട് എൻ്റെ കൂടെ ലൊക്കേഷനിൽ ട്രാവൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പോയിരുന്നത്. പിന്നെ എൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു, അതായത് ഒരു 4-5 പേര്, കോസ്റ്റ്യൂമിനാണെങ്കിലും ഹെയർ, മേക്കപ്പ്, വണ്ടിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാം കൂടെ നമ്മളൊരു 5-6 പേര്, ഞാൻ ഉൾപ്പെടെ ഒരു 6 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ സിനിമയുടെ സമയങ്ങളിൽ എന്ന് പറയുന്ന ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിനുള്ളിലെ ആവശ്യങ്ങൾക്ക് എല്ലാം എന്താ പറയുക, ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സേഫ് സ്പേസ്, അല്ലെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള താമസം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഭക്ഷണ രീതിയാണെങ്കിലും എല്ലാം നമ്മൾക്കും. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിലെ ലേഡീസിനാണെങ്കിലും, അതായത് എൻ്റെ സ്റ്റാഫിനാണെങ്കിലും ഒക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ലൈറ്റിൽ നിന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള കഥകളും കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വോയിസ് ഔട്ട് ചെയ്യുന്നവരെ നമ്മൾ കേട്ടിട്ട് എല്ലായിടത്തും ആ ഒരു ക്ലീനപ്പും കറക്ഷനും അപ്ലിഫ്റ്റ്മെൻറ്റും ഒക്കെ ആവശ്യമുള്ളിടത്ത് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെയായിരുന്നു നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന വിവാദങ്ങളൊന്നും ഒരുപാടൊന്നും ഉണ്ടാകാത്ത ഒരു മേഖല തന്നെയാണ് ഈ നൃത്തം എന്നൊക്കെ പറയുന്നത്. ഈ വളരെ അടുത്ത കാലത്ത് തന്നെ മോഹിനിയാട്ടത്തിന് വെളുത്ത ആള് മേക്കപ്പ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ നൃത്തത്തിനും കലാരൂപങ്ങൾക്കും? അതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ട് എന്താ പറയുക, അത് വേറൊരാളുടെ ഒരു പേഴ്സണൽ കമൻ്റ് അല്ലേ. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾക്ക് തിയറി ഉണ്ട്, തിയറി സൈഡ് ഉണ്ട് ഡാൻസിന്. അതിൽ ഒരു എന്താ പറയുക, പാത്രപ്രാണാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ദശ പ്രാണാസ് എന്ന് പറയും. 10 ക്വാളിറ്റീസ് പറയുന്നുണ്ട് ഒരു ഡാൻസറിന് വേണ്ടത്. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അജിലിറ്റി വേണം, കറങ്ങാനുള്ള സ്പീഡ് വേണം, മ്യൂസിക് നോളജ് വേണം, കണ്ണിൻ്റെ, അതായത് കണ്ണുകൊണ്ട് സംസാരിക്കാൻ അറിയണം. അങ്ങനത്തെ ഒരു 10 തിങ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു ഡാൻസർ ഫോളോ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു മീ. സോ അതിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് അല്ല പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ട ഒരു എന്തൊക്കെ എബിലിറ്റീസ് വേണം, അത് ഡാൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഉള്ള കേപ്പബിലിറ്റീസ്, ഹ്യൂമൻ ബോഡിയിലുള്ള കേപ്പബിലിറ്റീസിനെ എങ്ങനെയാണ് നമ്മൾ ഒരു 1 പോയിൻറ്റഡ് ഫോക്കസിലേക്ക് എത്തിക്കേണ്ടതെന്നാണ്
ഇത് അഭിനയദർപ്പണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ടെക്സ്റ്റാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ആർട്ട് ഫോം, ഭരതനാട്യത്തിന് മാത്രമല്ല എല്ലാത്തിനും നർത്തകിമാരല്ലെങ്കിൽ നർത്തകർ ഫോളോ ചെയ്യേണ്ടത് ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ എനിക്കറിയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതിന് 2 കാരണമുണ്ട്. ചേച്ചിക്ക് തന്നെ അറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ ഒന്നുകൂടെ എടുത്തതായിരുന്നു. അതെ അതെ അതെ. അപ്പം എന്തോ ഒരു ബാറ്റിലൊക്കെ ആ ഇൻ്റർവ്യൂ എയർ ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഭയങ്കര ബഹുമാനം കൂടെയുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും കമൻറ്റ്സ് കാണുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. എനിക്കറിയാവുന്ന ആളുകളോടൊക്കെ പറയും, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ്? നമ്മളൊരാളെ അറിയാതെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു വലിയ മിസ്റ്റേക്കിന് ഞാൻ വീണ്ടും ചേച്ചിയെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സമയം ഉണ്ടാക്കി ഇത്രയും വലിയ തിരക്കിനിടയിൽ ചേച്ചി വീണ്ടും വന്ന് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് ഇരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് പറയേണ്ടത്? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കണം എല്ലാവരും. ഒരു വലിയ വിജയമാവട്ടെ. താങ്ക് യു. അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ വലിയ ആഗ്രഹമാണ് ചേച്ചി തിരിച്ചു വരിക എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ചേച്ചീനെ വീണ്ടും ഞങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമസ്തേ.